നമസ്കാരം. നമ്മുടെ കൊട്ടിയൂർ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ. വരുന്ന 8-ാം തീയതി, അതായത് ജൂൺ 8-ാം തീയതിയാണ് നെയ്യാട്ടം ആരംഭിക്കുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങിലാണ് നമ്മുടെ ഈ ഒരു കൈതേരിപ്പൊയിൽ മഠത്തിലെ മുഴുവൻ വ്രതക്കാരും. അത് നമ്മൾ മെയ് 12-ാം തീയതി പ്രാക്കൂഴം, ആ പ്രാക്കൂഴം തുടങ്ങി 10 ദിവസത്തോളം. അപ്പം യഥാർത്ഥത്തിൽ ചോതി നക്ഷത്രത്തിലാണ് പ്രാക്കൂഴം തുടങ്ങുന്നത്. ഒരു മലയാള മാസത്തിലെ ചോതി നക്ഷത്രം മുതൽ അടുത്ത മലയാള മാസത്തിലെ ചോതി ദിനമാവുന്നത് വരെയുള്ള ഒരു വ്രതക്കാലമാണ് നമ്മുടെ നെയ്യമൃത് എടുക്കുന്ന വ്രതക്കാർക്കുള്ളത്. അത് ഒരു 28 ദിവസമാണ്. ഒരു ചോദ്യ നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത ചോദ്യ നക്ഷത്രത്തിൽ നെയ്യാട്ടം നടത്തുന്നത് വരെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കുറച്ചൊരു 10 ദിവസത്തോളം സ്ത്രീകളുടെ വെപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം. അവർ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു രീതിയാണ്. പക്ഷെ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും അത് അവസാനിക്കുകയാണ്. നമ്മൾ വ്രതക്കാർ സ്വന്തമായി തന്നെ ഭക്ഷണം ഉണ്ടാക്കി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുന്നതിനൊന്നും ആ സന്ദർഭങ്ങളിൽ വിലക്കൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും കുളിച്ച് റെഡിയായിട്ട് വേണം നമ്മൾ ആ വെള്ളം കഴിക്കാനെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു കാലം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ മഠത്തിൽ കയറുന്ന ഒരു രീതിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചോതി തുടങ്ങി ചതയ നക്ഷത്രം വരെ ആകുമ്പോഴേക്കാണ് ആ ദിവസം മുതൽ നമ്മൾ വേറെ വെപ്പ് തുടങ്ങി. പിന്നീട് വരുന്ന ആയില്യം നക്ഷത്രം ആ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മൾ മഠത്തിൽ കയറുകയാണ്. ഈ മഠത്തിൽ കയറിയിട്ട് പിന്നീട് അതിൻ്റെ ഒരു 6 ദിവസം മഠത്തിൽ ആണ് നമ്മളുള്ളത്. പുറത്തെങ്ങും പോകാനുള്ള അനുമതി നമുക്കില്ല. എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കും. ആ സന്ദർഭത്തിൽ നമ്മളെ കാണുന്നതിന് വേണ്ടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും വരുന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഭക്തർക്കും ഒക്കെ അതിൻ്റെ പ്രസാദം നമ്മൾ അവർക്ക് നൽകുന്നതാണ്. ഈ നെയ് നിറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം ചടങ്ങുകൾ നമുക്ക്. അപ്പം അത് ഒരു പാത്രമാണ്, മുരുട പോലെയുള്ള നെയ് കിണ്ടി എന്നാണ് നമ്മളതിൽ പറയുന്നത്. ആ നെയ് കിണ്ടിയിലാണ് ഇത് നെയ്യ് നിറയ്ക്കുന്നത്. ആ കിണ്ടിയിൽ നെയ്യ് നിറക്കുന്നതിന് മുന്നോടിയായിട്ട് ധാരാളം ചടങ്ങുകളുണ്ട്. അതിൽ നമ്മൾ കലശം കുളി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കലശം കുളിച്ച് കഴിയുമ്പോഴാണ് ഈ വ്രതക്കാർ പെരുമാളാകുന്നത് എന്നുള്ള ഒരു ഐതിഹ്യമാണുള്ളത്. പെരുമാളാവുക എന്ന് പറയുന്നത് സ്വയം ശിവനിലേക്ക് ലയിക്കുക, ശിവന്റെ പ്രതിരൂപമായി മാറുകയാണ് ഓരോ നെയ്യമൃതകാരും. അപ്പം അങ്ങനെ പ്രതിരൂപമായി കലശം കുളിച്ച് കഴിഞ്ഞ് ആ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെയ്യ് നിറയ്ക്കുകയാണ്.